ഹായ്, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. പച്ച ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഞങ്ങളെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട്, പഴുക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നാൽ കുറച്ച് നമുക്ക് ഇന്ന് ചക്ക അവിയലുണ്ടാക്കാം. ഈ സീസണിൽ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കുക്കറിലിട്ട് ശരിയാക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് ചക്ക കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി കഴിച്ചുകൊണ്ട് വേണം ഉമ്മായ്ക്കും വാപ്പായ്ക്കും അങ്ങോട്ടേക്ക് പോവാൻ. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിലാണ് നമ്മൾ കുക്കർ എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ വീട്ടിലൊരു ചക്കക്കൊതിയനുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളുടെ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അവൻ പച്ചയ്ക്ക് തന്നെ മൊത്തം പറക്കി തിന്നും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഹബി എന്നാൽ കുക്ക് ചെയ്തോ അല്ലെങ്കിൽ പഴുത്തതോ ആയിട്ടുള്ള മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷെ അപ്പൂസാണെങ്കിൽ പച്ചയ്ക്ക് തന്നെ മൊത്തം തിന്ന് തീർക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് അവന്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇങ്ങനെ ചക്ക കൊതിയന്മാർ? നമ്മൾ മലയാളികൾ പൊതുവേ ചക്കയോട് ഇഷ്ടമുള്ളവരാണല്ലോ ഫ്രണ്ട്സ്. ഇത് നമുക്കിനി എല്ലാം വൃത്തിയാക്കി കുക്കറിനകത്തേക്ക് ആക്കാം. ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ട അരപ്പിനുള്ള സാധനങ്ങളാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കാന്താരി. ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തോട്ടാക്കി ചക്കയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നമുക്ക് 2 വിസിലടിക്കാം. 2 വിസിലാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ വിസിൽ കഴിഞ്ഞതിന് ശേഷം താളിച്ചൊഴിക്കണം. താളിക്കുന്നതിനുള്ള സാധനങ്ങളാണിത്: ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇനി താളിച്ച് നമുക്ക് ആവി ആയതിനു ശേഷം ചക്കയിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചക്ക വേവിച്ചത് റെഡിയായി. ഇനി നമുക്ക് ചോറ്, ചക്ക, ചൂരക്കറി, ചൂര വറുത്തത് എല്ലാം കൂടെ കൂട്ടി കഴിക്കാം ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ.